പുരോഗമിക്കുമ്പോൾ 4173 വോട്ടിൽ ലീഡ് ആർക്കുണ്ട്? ആര്യാടൻ ഷൗക്കത്ത് നിലനിർത്താൻ കഴിയുന്നുണ്ട്. മുന്നോട്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പോക്ക്, താഴേക്കൊന്നും വരുന്നില്ല. 6ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് തന്നെ പോകുന്നു. അവിടെ പക്ഷെ ഒരു വലിയ ലീപ്പ് ഉണ്ടാക്കാൻ, വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുക, 10,000 കടക്കാൻ കഴിയുക എന്നാണ് നേരത്തെ അസ്ലം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ വരുന്നില്ല, ഇപ്പോൾ കാണുന്നില്ല എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. 4173 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു. എം സ്വരാജും പി വി അൻവറുമാണ് പിന്നാലെയുള്ളത്. പി വി അൻവർ ആദ്യത്തെ 3 റൗണ്ടുകളിൽ വലിയ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി എന്നതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ അത് UDF ഉണ്ടാക്കിയ പരിക്ക് ചെറുതല്ല. 4173 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ആര്യാടൻ ഷൗക്കത്ത് എടക്കരയിലേക്ക് വോട്ടെണ്ണൽ പ്രവേശിക്കുമ്പോൾ വോട്ട് കൂട്ടുമോ അതോ കുറയ്ക്കുമോ, അതോ പി വി അൻവർ അവിടെയും വലിയ സ്പോയിലർ പോയിന്റായി പ്രവർത്തിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം 6ാം റൗണ്ടിന്റെ ഫലസൂചനകൾ പുറത്തുവരും. 6ാം റൗണ്ട് പുറത്തു വരുമ്പോഴാണ് ഷൗക്കത്ത് കുതിക്കുകയാണോ, ഒരു ട്രെൻഡ് ഉണ്ടോ, ഒരു UDF അനുകൂലമായ സംഗതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതോ അദ്ദേഹം ദുർബലപ്പെടുമോ, കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നഗരസഭയിലേക്കൊക്കെ ചെല്ലുമ്പോൾ സ്വരാജ് അദ്ദേഹത്തെ വിറപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ 6ാം റൗണ്ടിന്റെ ഫലസൂചന പുറത്തു വരണം. UDFന് അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതവർക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എടുത്തു കണ്ട കാര്യം. ഏത് വഴിക്കടവിലെ കാര്യമാണ്. മൂത്തേടം അത് വെച്ച് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, പക്ഷെ എന്നാലും വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയുള്ള സംഗതികൾ ആശയക്കുഴപ്പത്തിന്റെ, ആകുലതകളുടെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു UDF. റൈറ്റ്, 4173 വോട്ടിന്റെ ലീഡാണ് നിലവിൽ 5 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ. ഇപ്പോൾ 5 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 6ാം റൗണ്ട് ഇപ്പോൾ എണ്ണൽ പുരോഗമിക്കുകയാണ്. 4173 വോട്ടിന്റെ ലീഡ്. അവിടെ ഏറെക്കുറെ UDF പ്രതീക്ഷിച്ച 5500ഓളം വോട്ടുകളുടെ ലീഡാണ്. പക്ഷേ അത്രയും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിനി മേക്കപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കൗണ്ടിങ് ആകാംക്ഷയുടെ മുൻനിരയിലാണ് UDFനെ സംബന്ധിച്ച്. കാരണം ഇനി അത്ര ശക്തി കേന്ദ്രങ്ങളിലേക്കല്ല പോകുന്നത്. UDFനും LDFനും തുല്യ നിലയുള്ള ചില കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. മാത്രമല്ല അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ LDFന് മേൽക്കെയുള്ള അമരമ്പലം പോലുള്ള പഞ്ചായത്തുകളാണ് എണ്ണുക. പക്ഷേ അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അമരമ്പലം, കരുളായി പോലുള്ള പഞ്ചായത്തുകളിൽ LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ലീഡ്, ആ ലീഡ് ഇക്കുറി അവർക്ക് നിലനിർത്താൻ കഴിയുമെന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതും അൻവർ കാർന്നു തിന്നുമോ? അൻവർ ഒരു സ്പോയിലർ എഫക്ട് UDFന് മാത്രമാണോ ഉണ്ടാക്കുക, അതല്ല LDFനും അൻവറിനെ പേടിക്കണമോ എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കാരണം അൻവർ റിയലി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കുകയാണ് നിലമ്പൂരിൽ. അൻവറിനെ എഴുതി തള്ളാനായിട്ടില്ല. അത് LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ നിലമ്പൂരിൽ എഴുതി തള്ളാനായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഫലസൂചനകൾ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം.